മഹാത്മാഗാന്ധിയെയും അന്തരിച്ച നേതാക്കളെയും അധിക്ഷേപിച്ച് സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ട നടൻ വിനായകനെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഡിജിപിക്ക് നിർദ്ദേശം നൽകി. പാലായിലെ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ ABJ ജോസ് നൽകിയ പരാതിയെ തുടർന്നാണ് മുഖ്യമന്ത്രി ഡിജിപിക്ക് നിർദ്ദേശം നൽകിയത്. മഹാത്മാഗാന്ധി, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, K കരുണാകരൻ, ജോർജ് ഈഡൻ എന്നിവരുടെ പേരുകൾ കുറിച്ചുകൊണ്ടായിരുന്നു മോശപ്പെട്ട ഭാഷയിൽ വിനായകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത്. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്തും ഒപ്പം കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം G ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നു. മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിനായകനെതിരെ നടപടി ഉറപ്പ്, അല്ലെ? ഭവ്യാണ് കേസെടുക്കാൻ നിർദ്ദേശം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് എടുക്കുമോ എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും DGP പരിശോധിച്ച് താഴെ തട്ടിലേക്ക് ആയിരിക്കും ഇത് നൽകുക. അവിടെയാണ് കേസിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. എന്തായാലും പരാതി പല തലത്തിൽ പോയിരുന്നു. അതിലൊന്നാണ് ഈ പാലായിലെ മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ, നാഷണൽ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു പരാതി നൽകിയത്. അതായത് ഈ വിനായകന്റെ പോസ്റ്റിൽ ഗാന്ധിജി അടക്കം അധിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി നൽകിയത്. 1950 നെയിംസ് ആൻഡ് എംബ്ലംസ് ആക്ട്, ഒപ്പം തന്നെ നാഷണൽ ഹോണർ ആക്ട് എന്നിവ പ്രകാരം നടപടിയെടുക്കണം. ഗാന്ധിജിക്കെതിരായ അധിക്ഷേപത്തിൽ നടപടിയെടുക്കണം എന്നതാണ്. ഈ പലതരത്തിൽ കുറച്ച് മോശം ഭാഷയിലാണ് വിനായകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നത്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പരാതി പോയത്. സ്വാഭാവികമായിട്ട് അത് DGPക്ക് കൈമാറിയിട്ടുണ്ട്. വേണ്ട നടപടിയെടുക്കാനുള്ള നിർദ്ദേശമാണ് ഫലത്തിൽ നൽകിയിരിക്കുന്നത്. DGP സ്വാഭാവികമായിട്ടും എറണാകുളത്ത് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എറണാകുളം സിറ്റിയിലേക്ക് ഇത് പരാതി കൈമാറാനാണ് സാധ്യത. തുടർന്ന് പോലീസ് ആയിരിക്കും ഒരുപക്ഷെ കേസെടുക്കുന്ന കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. ടോം കുര്യാക്കോസ് കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ടോം, അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആരുടെ പരാതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്? അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? അറിയാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉൾപ്പെടെ അന്തരിച്ച രാഷ്ട്രീയ പ്രമുഖർക്കെതിരെ ഫേസ്ബുക്കിലാണ് നടൻ വിനായകൻ അധിക്ഷേപ പരാമർശം നടത്തിയത്. ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച പോസ്റ്റിലായിരുന്നു വിനായകന്റെ ഈ മോശപ്പെട്ട പരാമർശങ്ങൾ. അതായത് എന്റെ തന്തയും ചത്തു, സഖാവ് VSഉം ചത്തു, ഇങ്ങനെ ഗാന്ധിയെയും നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും ഉൾപ്പെടെ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ആ വിവാദ പരാമർശങ്ങൾ. VSന് പുറമെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ, ജോർജ് ഈഡൻ എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസും മറ്റു സംഘടനകളും ഈ വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. അത് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള പരാമർശം അങ്ങേറ്റം മോശം തന്നെയാണെന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, ഈ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തെ അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ വിനായകൻ പോസ്റ്റ് ഇട്ടതാണ്. വലിയ പ്രതിഷേധവും ഒക്കെ ഉയർന്നാണ്. അതിനെതിരെ സംഭവത്തിൽ കോൺഗ്രസ് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിനായകനെതിരെ കേസും എടുത്തതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം VS അച്യുതാനന്ദന്റെ മരണത്തിന് ശേഷം VS അച്യുതാനന്ദന് അഭിവാദ്യം അർപ്പിച്ച് തെരുവിൽ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വിനായകനെതിരെ കടുത്ത വിമർശനം ഉയർന്നു. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയെക്കുറിച്ച് നടത്തിയ പഴയ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകരും അനുകൂലികളും രംഗത്ത് വന്നത്. ഇവരുടെ അധിക്ഷേപങ്ങളുടെയും ഈ കമന്റുകളുടെയും എല്ലാം സ്ക്രീൻഷോട്ടുകൾ വിനായകൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് തിരിച്ചടിയും നൽകിയതാണ്. ഇതിന് പിന്നാലെയാണ് ഈ വിവാദമായിട്ടുള്ള, അതായത് അധിക്ഷേപ പരാമർശങ്ങൾ വിനായകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നമുക്കറിയാം, നേരത്തെ വിനായകൻ പതിവായി ഇതുപോലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തുകയും അത് കേസും മറ്റു വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങുകയും ചെയ്തതാണ്. പക്ഷേ ഇത്തവണ അത് രാഷ്ട്രപിതാവിനെതിരായിട്ടുള്ള ഒരു പരാമർശമായതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയിലേക്ക് തന്നെ ഒരുപക്ഷെ നീങ്ങിയേക്കും. നിലവിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തന്നെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി, എന്തായാലും നടൻ വിനായകനെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകിയതിന് ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസും കോട്ടയത്ത് നിന്ന് G ശ്രീജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താൻ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്.